കേരളത്തിൽ കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രാമുഖ്യം നേടിക്കൊണ്ടിരിക്കുന്നത്. അതിന് വലിയൊരു വെല്ലുവിളി ഉയർത്തുകയാണ് കെ. സുധാകരനും കെ. മുരളീധരനും. കോൺഗ്രസിനുള്ളിൽ പുതിയ സമവാക്യങ്ങളുടെ സാധ്യതകൾ തെളിയുന്നതായി സൂചനകളുണ്ട്. കെ. കരുണാകരൻ ജന്മദിന അനുസ്മരണത്തിൽ കെ. സുധാകരനെ മാത്രമാണ് മുരളീധരൻ ക്ഷണിച്ചതെന്നതാണ് പുതിയ സൂചനയ്ക്ക് അടിസ്ഥാനം. കെ. മുരളീധരന്റെ നേതൃത്വത്തിൽ ഈ മാസം 5-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് അനുസ്മരണ പരിപാടി. ഈ പരിപാടിയിൽ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയ്ക്കോ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനോ ക്ഷണമില്ല. ആകെ കെ.പി.സി.സി പ്രസിഡന്റ് സുധാകരന് മാത്രമാണ് ക്ഷണമുള്ളത്. കെ. മുരളീധരന് തൃശൂരിലേറ്റ വൻ തോൽവിക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര കലഹം തന്നെ പാർട്ടിയിൽ ഉടലെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചത്. തൃശൂരിലേറ്റ വലിയ തോൽവിക്ക് ശേഷം നേതാക്കളും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മുരളീധരനെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ച ഒരു നേതാവ് കെ. സുധാകരൻ മാത്രമായിരുന്നു. കോഴിക്കോടുള്ള വീട്ടിൽ ചെന്നായിരുന്നു സുധാകരൻ മുരളീധരനെ നേരിട്ട് കണ്ടത്. പരിഭവങ്ങളൊക്കെ കേൾക്കുക മാത്രമായിരുന്നില്ല, ശേഷം താൻ മാറി നിന്ന് മുരളീധരൻ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം നൽകാനും തയ്യാറാണെന്ന തരത്തിലുള്ള പ്രതികരണവും കെ. സുധാകരൻ നടത്തിയിരുന്നു. കെ. സുധാകരൻ കെ. മുരളീധരനെ കണ്ടതിന് ശേഷമാകട്ടെ ആരും തന്നെ അദ്ദേഹത്തെ സന്ദർശിക്കുകയോ പരാതികൾ കേൾക്കുകയും ചെയ്തിരുന്നില്ല. പലരും പ്രതികരണങ്ങൾ ഒക്കെ നടത്തിയിരുന്നെങ്കിലും അതിനപ്പുറമായൊരു കൂടിക്കാഴ്ചയ്ക്കായി ആരും തയ്യാറായില്ല. എന്തുകൊണ്ട് മറ്റു നേതാക്കൾ കാണാൻ വന്നില്ലെന്ന ചോദ്യത്തിന് പല നേതാക്കളും തിരക്കുള്ളവരല്ലേ, അവരൊക്കെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന തരത്തിലുള്ള പ്രതികരണമാണ് മുരളീധരൻ അന്ന് നൽകിയത്. എന്തായാലും അന്ന് കെ. മുരളീധരനെ സുധാകരൻ സന്ദർശിച്ചത് ഇന്നൊരു രാഷ്ട്രീയ തല മാറ്റത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ഗ്രൂപ്പുകളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സമവാക്യങ്ങളും ഓരോ മണിക്കൂറിലും ഓരോന്നാണ്. ഏതൊക്കെ നേതാക്കളാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം പോലും പലപ്പോഴും സംസ്ഥാന കോൺഗ്രസിന് നൽകാൻ കഴിയാറില്ല. മുരളീധരന്റെ നേതൃത്വത്തിലുള്ള കരുണാകരൻ സ്റ്റഡി സെന്ററാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിൽ കെ. മുരളീധരൻ അധ്യക്ഷനാണ്. കെ. സുധാകരൻ ആകട്ടെ ഉദ്ഘാടകനുമാണ്. ഈ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട തലപ്പത്തുള്ള മറ്റു നേതാക്കൾ ഒന്നുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. രമേശ് ചെന്നിത്തലയ്ക്കും വി.ഡി. സതീശനും ക്ഷണമില്ലാത്തതോടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്ന ആളുകൾ മതിയെന്ന നിലപാടിലേക്ക് മുരളീധരൻ പോകുന്നുവെന്നാണ് സൂചനകൾ. അത് മറ്റൊരു സമവാക്യത്തിന്റെ രീതിയിലേക്ക് മാറുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. ഈ വിഷയം വലിയൊരു വാർത്താ പ്രാധാന്യം അർഹിക്കുന്നില്ല എങ്കിൽ കൂടി ഇത് സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സാഹചര്യത്തിലും പല നേതാക്കൾ പലരുടെയും ഒപ്പം നിൽക്കുമ്പോഴും ദിവസവും പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലും ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കെ. മുരളീധരനും കെ. സുധാകരനും കൈകോർക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തൃശൂരിൽ തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷമുള്ള കെ. മുരളീധരന്റെ പ്രതികരണം, അതിനുശേഷം കെ. സുധാകരന്റെ നീക്കങ്ങൾ, പിന്നീടുള്ള ഓരോ ഘടകങ്ങളും പരിശോധിക്കുമ്പോഴും ഏറ്റവും ഒടുവിൽ ഈ പരിപാടിയുടെ ചാർട്ടും കൂടി നോക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ സംശയിക്കത്തക്ക വിധമുള്ള സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. നിലവിൽ യു.ഡി.എഫിൽ എ ഗ്രൂപ്പുണ്ട്, ഐ ഗ്രൂപ്പുണ്ട്, പുതിയതായി വന്ന ബി ഗ്രൂപ്പുമുണ്ട്. പിന്നാലെ നിരവധി ഗ്രൂപ്പുകൾ വന്നെങ്കിലും എല്ലാം അസ്ഥിരമായി പോയി. നിലവിൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തന്നെ പഴയ രൂപത്തിലല്ല പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ പുതിയൊരു ഗ്രൂപ്പ് വരുമ്പോൾ അതിൻ്റെയും ഭാവി എന്താകുമെന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അതേസമയം കെ. മുരളീധരൻ എന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാവിന്റെ മനസ്സിൽ ഒരു എം.പി. സ്ഥാനത്ത് വരാനുള്ള താല്പര്യം അല്ല നിഴലിക്കുന്നത്. സംസ്ഥാനത്ത് മന്ത്രിസ്ഥാനത്തിനപ്പുറം ഏതെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനമോ ആണ് കാംക്ഷിച്ചിരുന്നതെന്ന് വ്യക്തമാണ്. മുൻപ് കെ.പി.സി.സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് കെ. മുരളീധരൻ എം.എൽ.എ ആകാതിരുന്നിട്ട് കൂടി മന്ത്രിയാകാൻ വേണ്ടി കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. പക്ഷേ വടക്കാഞ്ചേരിയിൽ നിന്ന് വിജയിക്കാൻ സാധിക്കാഞ്ഞതിനാൽ 6 മാസം മന്ത്രിസ്ഥാനത്തിരുന്ന ശേഷം രാജിവെക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഐ ഗ്രൂപ്പ് പോര് ഇവിടെ ശക്തമായിരുന്ന കാലത്ത് ഐ ഗ്രൂപ്പിലെ എം.എൽ.എമാരെ പരമാവധി തന്റെ പക്ഷത്ത് ചേർത്ത് നിർത്തി ഇടതുമുന്നണിയുടെ പിന്തുണയോടെ ആന്റണി സർക്കാരിനെ മറിച്ചിട്ട് മുഖ്യമന്ത്രിയാകാനും ശ്രമിക്കുന്നതൊക്കെ കണ്ടതാണ്. അത് അന്നും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് കോൺഗ്രസിനെ പുലർത്തി DIC രൂപീകരിച്ച് അതിന്റെ പ്രസിഡന്റ് ആയെങ്കിലും ഇടതുമുന്നണി പിന്തുണയ്ക്കാൻ തയ്യാറാകാഞ്ഞതിനെ തുടർന്ന് DICയുടെ തുടക്കവും ഒടുക്കവും ഒന്നിച്ചാകുന്നതാണ് കണ്ടത്. ഇടതുമുന്നണി പിന്തുണയ്ക്കാനില്ലാതെ അനാഥപ്രേതം പോലെ നടന്ന DICയെ പിന്നീട് UDF നേതാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുത്ത് UDFനൊപ്പം ചേർക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റോളം മുരളീധരൻ പ്രസിഡന്റായ DICക്ക് നൽകിയിരുന്നു. മുസ്ലിം ലീഗ് സ്വന്തം സീറ്റായ കൊടുവള്ളി മുരളീധരന് മത്സരിക്കാൻ വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. അവിടെയും പരാജയമായിരുന്നു കെ. മുരളീധരനെ വരവേറ്റത്. തുടർന്ന് ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ ഇടത് ഘടക കക്ഷിയായിരുന്ന NCPയിൽ മുരളീധരന്റെ പാർട്ടി ലയിക്കുന്നതാണ് കണ്ടത്.
എന്നിട്ട് കെ മുരളീധരൻ അതിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഫലമോ NCPയെ തന്നെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കുന്നതാണ് കണ്ടത്. കെ മുരളീധരൻ NCPയുടെ പേരിൽ വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും കോൺഗ്രസിലെ MA ഷാനവാസിനോട് പരാജയം രുചിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള കെ മുരളീധരനെ കെ കരുണാകരൻ മരിച്ച ശേഷം കോൺഗ്രസ് നേതാക്കൾ മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിൽ തിരികെ കൊണ്ടുവരികയായിരുന്നു. മുരളീധരന് UDF ഭൂരിപക്ഷ മണ്ഡലമായ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് സമ്മാനിക്കുകയും ചെയ്തു. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ച കെ മുരളീധരന് പിന്നീട് ഭൂരിപക്ഷം കുറയുന്നതാണ് കണ്ടത്. ഈ കാലയളവിൽ വട്ടിയൂർക്കാവിൽ BJP രണ്ടാം സ്ഥാനത്തെത്തിയതും നോക്കി കാണേണ്ടതാണ്. കെ മുരളീധരൻ വടകരയിൽ നിന്ന് ജയിച്ച് MP ആയി പോയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ഇടതുപക്ഷം പിടിച്ചെടുക്കുകയും ചെയ്തു. കെ മുരളീധരൻ ആദ്യം വട്ടിയൂർക്കാവിൽ എത്തുമ്പോൾ ലീഡർ കെ കരുണാകരന്റെ മകൻ എന്നുള്ള നിലയിൽ കോൺഗ്രസിന് സുരക്ഷിതമായ വട്ടിയൂർക്കാവ് സമ്മാനിക്കുകയായിരുന്നു. അവിടെ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ മത്സരിക്കാതെ മാറി നിന്നപ്പോൾ വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി ചെന്ന മുരളീധരൻ പോലും ഒരിക്കലും താൻ വടകരയിൽ നിന്ന് ജയിക്കുമെന്ന് വിശ്വസിച്ച് കാണില്ല. വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ചതും കേരളീയർക്ക് കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്ന് പ്രതീക്ഷയുണ്ടായതും കെ മുരളീധരനെയും വടകരയിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു. അങ്ങനെ മുരളീധരന് എവിടെയും മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന ഒരു പോരാളിയുടെ ഇമേജ് സംസ്ഥാനത്ത് ഉണ്ടാകുകയായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് സഹോദരി പത്മജ BJPയിൽ ചേക്കേറിയത്. ഒപ്പം സുരേഷ് ഗോപി തൃശൂരിൽ വിജയിക്കുമെന്നുമുള്ള ഒരു തരംഗമുണ്ടായി. ഇതിന് തടയിടാനെന്നോണം വടകര വിട്ട് കെ മുരളീധരൻ തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുകയായിരുന്നു. താൻ ജയിക്കേണ്ട, ഇടതുപക്ഷം ജയിക്കണം, ഒരിക്കലും BJP കടന്നുപോകരുത്, ഇതായിരുന്നു കെ മുരളീധരന്റെ ചിന്ത. അങ്ങനെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചതെന്നും വ്യക്തം. താൻ തോറ്റാലും BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാൽ താൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തനാവുമെന്ന് മുരളീധരൻ വിചാരിച്ചു. ആ വിചാരത്തിനാണ് കൂടെ നിന്നവർ തൃശൂരിൽ പണി കൊടുത്തതും. ഇപ്പോൾ സഹതാപം വളർത്തി സ്ഥാനമുറപ്പിക്കുന്ന ശ്രമത്തിലാണ് കെ മുരളീധരൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് കെ മുരളീധരൻ തന്നെ ലഭിക്കുമെന്ന് ഉറപ്പാണ്. അതിനാരും തടസ്സം നിൽക്കുമെന്നും തോന്നുന്നില്ല. പ്രിയങ്ക ഗാന്ധി ഈ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഗുണം ചെയ്യുമെന്ന് കെ മുരളീധരനെ പോലുള്ളവർ വിശ്വസിക്കുന്നുമുണ്ട്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ വെറുമൊരു മന്ത്രിയായി തന്റെ ജൂനിയറായ ആളുകളുടെ മന്ത്രിസഭയിൽ കെ മുരളീധരൻ ഇരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. തൃശൂർ തോൽവിയെ തുടർന്ന് പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് പറഞ്ഞ കെ മുരളീധരൻ ഇപ്പോൾ എടുക്കുന്ന നിലപാട് വട്ടിയൂർക്കാവിൽ തന്റെ അസാന്നിധ്യത്തിൽ ദുർബലമായ പാർട്ടി സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ്. അപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിളിപേശാനുള്ള സാധ്യതയും മുരളീധരനുണ്ട്. അല്ലാതെ VD സതീശനെയോ KC വേണുഗോപാലിനെയോ ഒന്നും കെ മുരളീധരൻ അംഗീകരിക്കുമെന്നും തോന്നുന്നില്ല. എന്തായാലും കെ മുരളീധരന്റെ ഇനിയുള്ള നീക്കങ്ങൾ കാത്തിരുന്നു തന്നെ കാണേണ്ടതുണ്ട്.